കൊച്ചിയിലെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ വിറ്റത് 2.5 കോടി രൂപയ്ക്കാണ്. 2.5 കോടി രൂപയ്ക്ക് ഒരമ്മ ഒരു കുഞ്ഞിനെ വിൽക്കുക എന്നത് തീർച്ചയായിട്ടും വിൽക്കുന്നയാൾക്ക് എത്ര വേണമെങ്കിലും വില പറയാം. പക്ഷേ കൊച്ചിയിൽ തന്നെയുള്ള ജയദേവ് എന്ന് പറയുന്ന ആൾ ഈ 2.5 കോടി രൂപ മുടക്കി ഒരു കുഞ്ഞിനെ വാങ്ങാൻ തയ്യാറായത് എന്തിനാണ് എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുക. കാരണം നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ ധാരാളമായി പല സ്ഥലങ്ങളിൽ നമ്മൾ കേൾക്കാറുള്ള ഒരു സംഗതിയാണ്, കുഞ്ഞുങ്ങളെ 1000 രൂപയ്ക്കും 2000 നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും 5000 രൂപയ്ക്കും അല്ലെങ്കിൽ കൂടി വന്നാൽ 1,00,000 രൂപയ്ക്കൊക്കെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ വിൽക്കുകയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ലോബികൾ നമ്മളുടെ സമൂഹത്തിൽ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ നമ്മളറിയാത്ത, നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ചുറ്റുപാടുകളിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും നടക്കാറുണ്ട്. അവയൊക്കെ മറന്നീക്കി പുറത്ത് മാധ്യമങ്ങളിലൂടെ മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കുമ്പോഴോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോഴാണ് പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അതറിയുകയും ആ രീതിയിലൊക്കെ നമ്മളുടെ ചുറ്റുപാടുകൾ ചിലർക്കൊക്കെ അവരുടെ ഒരു വാതിലിനപ്പുറം അല്ലെങ്കിൽ ഒരു മതിലിനപ്പുറം സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും അപ്രാപ്യമായി തീരുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുൻപൊന്നും അങ്ങനെ ആയിരുന്നില്ല. മുൻപത്തെ കാലഘട്ടങ്ങളിലൊക്കെ 1 കിലോമീറ്ററിനപ്പുറം നടന്നു കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കാര്യം എല്ലാവരും അറിയുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ ജീവിതം ഫ്ലാറ്റുകളിലൊക്കെ അല്ലെങ്കിൽ അവനവനിലേക്ക് ജീവിതം ഒതുങ്ങിക്കൂടുന്ന തരത്തിലേക്ക് ജീവിതം മാറി മറിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അപ്പുറത്തെ റൂമിൽ അല്ലെങ്കിൽ ഒരു മുറിയുടെ അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും നമുക്കാർക്കും ചിന്തിക്കുവാനോ അതേക്കുറിച്ച് മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല. ജീവിതം വളരെയേറെ കൺജസ്റ്റഡായി, മീൻസ് അത്രയേറെ നാരോ മൈൻഡഡായി നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പം അത് തന്നെയുമല്ല, ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് മറ്റൊരാൾ ഇടപെടുന്നത് തീർത്തും അസ്വാഭാവികമാണ്. അല്ലെങ്കിൽ ആർക്കും അതും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഈ മനസ്സുകൾ മാത്രമല്ല വീടുകളും വേലി കെട്ടിത്തിരിക്കുകയും മതിലുകൾ കെട്ടിത്തിരിക്കുകയും ചെയ്തിട്ട് നമ്മളൊക്കെ ചുരുങ്ങി ഓരോരോ ദ്വീപുകളിൽ എന്ന വണ്ണം ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ദ്വീപുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരാൾക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കൊള്ളയും കൊലപാതകങ്ങളും അരാജകത്വവും അല്ലെന്നുണ്ടെങ്കിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും ഒക്കെ തൊട്ട് വാതിലിനപ്പുറം നടക്കുമ്പോഴേക്കും നമ്മളതൊന്നും അറിയാതെ നമ്മളുടെ അപ്പുറത്തെ മുറിയിൽ ചിലപ്പോൾ 1, 2, 3, 4, 5 പേര് മരണപ്പെട്ട് കിടന്നാൽ പോലും നമ്മൾ അറിയുകയില്ല. ചീഞ്ഞ നാര് ദുർഗന്ധം വരുമ്പോഴാണ് ഒരു മണം വരുന്നുണ്ടല്ലോ, അത് വല്ല പൂച്ചയോ പട്ടിയോ ആയിരിക്കും എന്ന് പറഞ്ഞ് നിസാരവൽക്കരിച്ച് നടന്നു പോവുകയാണ്. ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നടക്കാറില്ല, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ആകാറില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് തലവേദന എടുത്ത് വയ്ക്കുക, അതിന് ആരും തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ്. കാരണം അപരൻ്റെ ദുഃഖവും അപരൻ്റെ സങ്കടവും നമ്മളുടേത് ഒരിക്കലുമായി മാറുന്നില്ല. നമ്മളുടെ സന്തോഷം, നമ്മളുടെ ജീവിതം എൻ്റേത് എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ മാത്രമാണ് നമ്മളെല്ലാവരും ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. സങ്കടപ്പെടുന്ന ആളുകളുടെ സങ്കടങ്ങളോ അല്ലെങ്കിൽ അവരുടെ വേദനകളോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, നമ്മൾ മനസ്സിലാക്കുകയുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിൽ ഒരാൾ 2.5 കോടിക്കല്ല 10.5 കോടിക്ക് വേണമെങ്കിലും ഒരു കുഞ്ഞിനെ വിൽക്കുകയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ, 1 വയസ്സുള്ളൊരു കുഞ്ഞിനെ അതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് വാങ്ങുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. ഇത് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കുകയും ചെയ്യാറില്ല. എങ്കിലും ഈ വാർത്ത നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു അസ്വാഭാവികത തോന്നില്ല. 2.5 കോടി രൂപ കൊടുത്തിട്ട് ഒരാളൊരു കുട്ടിയെ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരമ്മ 2.5 കോടി രൂപയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ തയ്യാറായത്? എന്തുകൊണ്ടായിരിക്കാം ഒരാൾ 2.5 കോടി രൂപയ്ക്ക് ഒരു കുഞ്ഞിനെ വാങ്ങുവാൻ തയ്യാറായത്? ഏവർക്കും നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ക്രമാനുഗതമായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആ വീഡിയോകളുടെ നിജസ്ഥിതി തീർച്ചയായിട്ടും വളരെ തുറന്ന രീതിയിലേക്കാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കാരണം സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ആ അറിവ് നമ്മളിലേക്ക് ലഭിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ് എന്നുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് സ്വയം മനസ്സിലാക്കുവാനും നമ്മളുടെ ജീവിതം എത്രമാത്രം സൗഭാഗ്യകരമാണ്, അല്ലെങ്കിൽ ജീവിതം നമുക്ക് എത്ര സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്
സഞ്ചരിക്കുന്നത് എന്നുള്ള ചില കാര്യങ്ങൾ, ചില ജീവിതങ്ങൾ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. സ്വയം തിരിച്ചറിയുവാനും നേരിലേക്ക് നടക്കുവാനും നേർക്കാഴ്ചകൾ കണ്ട് പരിക്കുകളില്ലാതെ സഞ്ചരിക്കുവാനും ഒരു പരിധി വരെയെങ്കിലും സാധിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ കൃതാർത്ഥനായി. നമുക്ക് അഭിരാമിയിലേക്ക് വരാം. അഭിരാമി എന്ന് പറഞ്ഞ കൊച്ചിയിലെ വളരെ പ്രശസ്തമായ കുടുംബത്തിലുള്ള, അല്ലെങ്കിൽ വളരെ ബിസിനസ്സുകാരുടെ ഒരു കുടുംബമാണ് അഭിരാമിയുടെ കുടുംബം. അച്ഛൻ ബിസിനസ്സുകാരനാണ്, അമ്മ ബിസിനസ്സുകാരിയാണ്. അഭിരാമി ഇറ്റ്സെൽഫ് ഒരു ബിസിനസ്സുകാരിയായ വുമണാണ്, ഒരു ഓൺട്രപ്രണറാണ്. അതിലുപരി ഫാഷൻ ഡിസൈനിങ്ങും മോഡലിങ്ങും രംഗത്തൊക്കെ വളരെയേറെ നന്നായി പ്രവർത്തിക്കുന്നയാളാണ്. സുന്ദരിയാണ്, വിദ്യാസമ്പന്നയാണ്. സുന്ദരിയും വിദ്യാസമ്പന്നയും പണക്കൊഴുപ്പുമൊക്കെയുള്ള ഒരു സ്ത്രീയെ സ്വന്തം കുഞ്ഞിനെ എന്തുകൊണ്ട് അത്രയും പണമുണ്ടായിട്ടും അത്രയും വിദ്യാഭ്യാസമുണ്ടായിട്ടും അത്രയും സംസ്കാരമുണ്ടായിട്ടും ഈ കാര്യങ്ങളൊക്കെ തൻ്റെ മേമ്പൊടിയായിട്ട് തൻ്റെ ഒപ്പം ഉണ്ടായിട്ടും തൻ്റെ കുഞ്ഞിനെ 2.5 കോടി രൂപയ്ക്ക് വിൽക്കുവാനായിട്ട് അഭിരാമി തയ്യാറായി. അഭിരാമി ഈ കുഞ്ഞിനെ വിറ്റത് നമുക്ക് ജയദേവൻ എന്ന് പറഞ്ഞ ഒരാൾക്കാണ് ഈ 2.5 കോടി രൂപയ്ക്ക് ഈ കുഞ്ഞിനെ വിൽക്കുവാനായിട്ട് തയ്യാറായത്. അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞ് വെറുതെ ഉണ്ടാകത്തില്ല. ആകാശത്ത് നിന്ന് പൊട്ടി മുളഞ്ഞ പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെടി നനച്ച് വളർത്തുന്ന പോലെയൊന്നും നമുക്കൊരു കുഞ്ഞിനെ വളർത്തുവാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതിന് തീർച്ചയായിട്ടും അതിനൊരു പിതൃത്വം വേണം. ഒരു പിതാവ് നമുക്ക് ആ കുഞ്ഞിന് ആവശ്യമാണ്. ആ ഒരു പിതാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഒരു ബീജം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കുഞ്ഞിനെ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അഭിരാമിക്ക് ഒരു കുഞ്ഞിനെ ഇങ്ങനെ വിൽക്കാൻ സാധിക്കണമെങ്കിൽ അതിന് അഭിരാമിയുടെ ആ കുഞ്ഞിൻ്റെ അച്ഛനാരാണോ അയാൾ സമ്മതിക്കേണ്ട ഒരു നിലപാടുകളുണ്ട് അല്ലേ. നമുക്ക് അഭിരാമിയുടെ കുടുംബ പശ്ചാത്തലത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് മേഖലകളിലേക്കോ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങിലേക്കോ അല്ലെങ്കിൽ ആ മേഖലകളിലേക്കൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. അഭിരാമി എന്ന് പറഞ്ഞ അമ്മയിലേക്ക് മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത്രമാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ വളരെയേറെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ. അപ്പം വ്യക്തികളെ ഒരിക്കലും തേജോവധം ചെയ്ത് കാണിക്കുകയല്ല ട്രാവൽ വിത്ത് സുനുവിൻ്റെ ഉദ്ദേശം. ആ രീതിയിലേക്ക് ഒരിക്കലും ചെയ്യാറുമില്ല. അപ്പോൾ ഈ കുട്ടി ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു സംഗതി എന്താണ് എന്ന് ചോദിച്ചാൽ, അഭിരാമി ആ കുഞ്ഞിനെ 2.5 കോടി രൂപയ്ക്ക് കുഞ്ഞിനെ വിറ്റത് സ്വന്തം ഭർത്താവിനാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അച്ഛനാണ് അഭിരാമി ആ കുഞ്ഞിനെ 2.5 കോടി രൂപയ്ക്ക് വിറ്റത്. എന്തുകൊണ്ടാണ് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ സ്വന്തം ഭർത്താവിന് സ്വന്തം കുഞ്ഞിനെ 2.5 കോടി രൂപയ്ക്ക് വിൽക്കുവാൻ തയ്യാറാകുന്നത്? കാരണം കുഞ്ഞിന്മേൽ അത്രമാത്രം അവകാശം അമ്മയ്ക്കുള്ളതുപോലെ തന്നെ അച്ഛനുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ ധരിച്ചു വെക്കാൻ വരട്ടെ, ആ രീതിയിലേക്കുള്ള ധാരണകൾ എപ്പോഴും നമുക്ക് ശരിയാകണമെന്നില്ല. ഒരു കുഞ്ഞിനെ 18 വയസ്സാകുന്നത് വരെ ആ കുഞ്ഞ് തിരിച്ചറിവോടുകൂടി പറയുകയാണ്, എനിക്കെൻ്റെ അമ്മയല്ല, എനിക്കെൻ്റെ അച്ഛനാണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്കെൻ്റെ അമ്മയുടെ കൂടെയല്ല, എനിക്കെൻ്റെ അച്ഛൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടത് എന്ന് ആ കുട്ടി പറയുന്ന കാലഘട്ടം വരുന്നത് വരെ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ സകല ഉത്തരവാദിത്വവും നമ്മുടെ ഇന്ത്യൻ നിയമ വ്യവസ്ഥയനുസരിച്ച് ആ അമ്മയിൽ നിക്ഷിപ്തമാണ്. അല്ലെങ്കിൽ അത്രമാത്രം ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ത്രീ ആയിരിക്കണം ആ കുഞ്ഞിൻ്റെ ജീവന് സേഫ്റ്റി ഇല്ലാതെ വരിക, മറ്റുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ആ പല ഘടകങ്ങളെയും ഖണ്ഡിക്കത്തക്ക രീതിയിലുള്ള പല നിയമ പരമായിട്ടുള്ള പല സൗകര്യങ്ങളും മറ്റുള്ള എതിർ പാർട്ടിക്ക് അല്ലെങ്കിൽ എതിർ കക്ഷിക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതൊക്കെ മുതലെടുത്തുകൊണ്ടാണ് മിക്കവാറും നമ്മളുടെ സമൂഹത്തിലുള്ള ഈ സ്ത്രീകളിൽ ഒട്ടുമിക്ക ആളുകളും മിക്കവാറും പുരുഷന്മാരെയൊക്കെ കരുക്കളാക്കുകയും ആ രീതിയിലേക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ കുടുംബ കോടതികളിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഡിവോഴ്സിൻ്റെ കേസുകളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളെപ്പോഴും അവിടെ വില്ലന്മാരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന പുരുഷന്മാരാണ്. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല. നിരപരാധികളായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുന്ന ധാരാളം പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്ത്രീകൾ അവർക്ക് ഈ നിയമപരിരക്ഷ അത് അവരൊരു കവചമായി സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ മറവിൽ നമുക്കെപ്പോഴും നമ്മളുടെ നിയമവ്യവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ളതാണ്. ഒരു സ്ത്രീ എന്തെങ്കിലും കോപ്രായം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യവുമായി പുലബന്ധമില്ലാത്ത ധാരാളം കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവയൊക്കെ അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവയൊക്കെ സ്ഥിരീകരിക്കുന്ന ധാരാളം കോടതി വ്യവഹാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റീസെൻ്റ്ലി ഞാനൊരു വാർത്ത കണ്ടിരുന്നു. ഒരു അധ്യാപകൻ ഒരു ശിഷ്യയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ശിഷ്യ പരാതി കൊടുക്കുകയും അതിനെതിരെ വലിയ കേസ് നടക്കുകയും അധ്യാപകൻ 1-2 വർഷമല്ല 5 വർഷത്തിലേറെ തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്തതിന് ശേഷം പുറത്തു വന്നു. 6 വർഷം അയാൾ നിരപരാധിയായിരുന്നു. അയാൾ ആരെയും പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, അയാൾക്ക് അത്തരത്തിലുള്ള ചെയ്യാനും സാധിക്കുന്ന ആളായിരുന്നില്ല. പക്ഷേ
6 വർഷങ്ങൾക്ക് ശേഷം അല്ല 7 വർഷങ്ങൾക്ക് ശേഷം ആ വിദ്യാർത്ഥിനി വീണ്ടും സമൂഹ മാധ്യമത്തിൽ വന്നിട്ട് കുറ്റബോധം കൊണ്ട് അവർക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ അവർ വന്ന് പറയുകയാണ്, ഞാൻ അന്ന് പറഞ്ഞത് തെറ്റായിരുന്നു, ആ അധ്യാപകൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ കേസ് ഞാൻ വളരെ നുണ പറഞ്ഞ് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതിയായിരുന്നു എന്ന് പറഞ്ഞ് അവർ ആ സത്യാവസ്ഥ പറയുകയും കോടതി അത് അംഗീകരിക്കുകയും അധ്യാപകനെ ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുവരികയും ചെയ്തു. കാരണം ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ പലതും ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലേക്കുള്ള സംഗതി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പല സംഗതികളും നമുക്കൊരിക്കലും എത്രമാത്രം നമുക്ക് പൈസയുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് നിയമസഹായമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും ഒരിക്കലും നമുക്കത് ആ രീതിയിലേക്ക് തെളിയിക്കപ്പെടുവാനായിട്ട് നമുക്ക് ഒരുപക്ഷെ സാധിച്ചു എന്ന് വരികയില്ല. പണം മാത്രം കൊണ്ട് എന്നും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ കുതന്ത്രങ്ങളിൽ കൂടി ധാരാളം പുരുഷന്മാരെ വഞ്ചിക്കുകയും ധാരാളം പുരുഷന്മാരുടെ ജീവിതം തല്ലിക്കെടുത്തുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ത്രീയായിരുന്നു അഭിരാമി എന്ന് പറഞ്ഞ പണക്കാരിയായ വിദ്യാസമ്പന്നയായിട്ടുള്ള ഓൺട്രപ്രണറായിട്ടുള്ള സൗന്ദര്യവതിയായിട്ടുള്ള ഈ പെൺകുട്ടി അഭിരാമി ജയദേവനുമായിട്ടുള്ള വിവാഹം വളരെ ആലോചിച്ചുറച്ച് എല്ലാ രീതിയിലേക്കും നടത്തിയ വിവാഹമാണ്. ജയദേവൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാമിലിയിലുള്ള ആളാണ്, കുഴപ്പമില്ലാത്തൊരു ബിസിനസ്സുകാരനാണ് ജയദേവൻ. അത് തന്നെയുമല്ല, ജയദേവനും ബിസിനസ് വിദ്യാസമ്പന്നനാണ്. ജയദേവൻ്റെ അച്ഛൻ മരിച്ചുപോയി, അമ്മ മാത്രമേ ഉള്ളൂ. കൊച്ചിയിലെത്തിയ വലിയൊരു ഫ്ലാറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ 10-12 ഏക്കർ സ്ഥലമുണ്ട്. ആ രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അയാൾ. ജീവിതം സുഖമായി സന്തോഷകരമായി പോകുന്ന സമയത്ത് എല്ലാ രീതിയിലും ഞാൻ പറഞ്ഞല്ലോ എക്കണോമിക്കലിയൊക്കെ സ്റ്റേബിളാണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന സമയത്താണ് അഭിരാമിയുടെയുമായിട്ടുള്ള വിവാഹാലോചന വന്നത്. ജയദേവൻ്റെ വീടിൻ്റെ കാര്യങ്ങളും സാമ്പത്തിക സ്രോതസ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഒരുപടി മുന്നിലായിരുന്നു അഭിരാമി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും. അവർ ധനാഢ്യരാണ്, പണക്കാരാണ്, മറ്റുള്ള രീതിയിലൊക്കെ എല്ലാം കൊണ്ടും സേഫാണ്. പക്ഷേ ആലോചന വന്നു, എല്ലാ കാര്യങ്ങളും നോക്കി പരസ്പരം ഇഷ്ടമായി ആ രീതിയിലേക്ക് വന്ന് വിവാഹം കഴിച്ചു. വിവാഹം വളരെ ആർഭാടപൂർവമായിട്ടാണ് നമ്മുടെ സെലിബ്രിറ്റികളടക്കം ധാരാളം പേര് പങ്കെടുത്ത ഒരു വിവാഹമായിരുന്നു അത്. അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞൊരു അല്പസമയത്തിന് ശേഷമാണ്, അല്പമാസങ്ങൾക്ക് ശേഷമാണ് ജയദേവിന് മനസ്സിലായത് അഭിരാമി എന്ന് പറഞ്ഞ പെൺകുട്ടി തീർത്തും ഒരു ഓൺട്രപ്രണർ മാത്രമാണ്. അഭിരാമിയുടെ കോൺസെൻട്രേഷൻ എപ്പോഴും ബിസിനസ്സിലാണ്. ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുക, അതോടൊപ്പം തന്നെ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, പിന്നെ അതോടൊപ്പം തന്നെ ഫാഷൻ ഡിസൈനിങ്, മോഡലിങ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ആ രീതിയിലേക്ക് ഒരിക്കലും ഒരു വീട്ടമ്മയായിട്ട് അല്ലെങ്കിൽ ഒരു ഭാര്യയിൽ മാത്രം ഒതുങ്ങിക്കൂടുവാനുള്ള ഒരു മനോഭാവമായിരുന്നില്ല അഭിരാമിക്ക് ഉണ്ടായിരുന്നത്. കാരണം സ്വന്തം ഭർത്താവിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക, അല്ലെങ്കിൽ സ്വന്തം ഭർത്തൃമാതാവിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക, വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കുക, ഇതൊക്കെ അഭിരാമിക്ക് ദൂരെയുള്ള കാര്യങ്ങളായിരുന്നു. ഭാര്യ ഭർത്താവ് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഒന്നുമില്ല. അതൊരു വിവാഹ ജീവിതം ആവശ്യമായിരുന്നു. അതുകൊണ്ട് വിവാഹം കഴിച്ചു. കാരണം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ചില ലൈസൻസ് വേണം. അപ്പോൾ ചിലർക്കൊക്കെ വിവാഹം എന്ന് പറഞ്ഞാൽ അതിനൊരു ലൈസൻസ് മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കാണുകയാണ്. അല്ലാതെ ഭർത്താവിനെ സ്നേഹിക്കുക, കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു കിട്ടറപ്പുള്ള ഒരു സംഗതി പണിതുയർത്തുക, അതുമായി മുന്നോട്ട് പോവുക, അങ്ങനെ ചിന്തിക്കാൻ കൂടി അഭിരാമിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം വളരെ വൈകിയാണ് വിവാഹശേഷം നമ്മുടെ ജയദേവ് ഇത് മനസ്സിലാക്കിയത്. പക്ഷേ അയാൾ കാത്തിരുന്ന് വളരെയേറെ ഈ പുരുഷന്മാർക്കൊരു കാര്യങ്ങളുണ്ട്. അവർ കണ്ടമാനം സ്വപ്നങ്ങൾ കാണും. എൻ്റെ ഭാര്യ അങ്ങനെയായിരിക്കണം, എൻ്റെ ഭാര്യ ഇങ്ങനെയായിരിക്കണം, എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ ചെയ്യണം, എൻ്റെ ഭാര്യ എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കണം, എനിക്ക് വെച്ച് വിളമ്പി തരണം, ഞാൻ ഉണരുമ്പോഴുമൊക്കെ എൻ്റെ ഒപ്പമുണ്ടായിരിക്കണം, പൂമുഖവാതുക്കൾ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ പൂന്തിങ്ങളായിട്ട് നിൽക്കണമെന്നൊക്കെ കവി പാടിയത് അത് എന്താ പറയുക, ഭാര്യയെക്കുറിച്ചാണ് പാടിയത്. ഭർത്താവിനെക്കുറിച്ചൊന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർണ്ണനകളും എപ്പോഴും നമ്മൾ കവിവചനങ്ങളും നോവലുകളും കഥകളും മറ്റുള്ള കാര്യങ്ങളും ഇതിഹാസങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ എല്ലാത്തിനകത്തും സ്ത്രീകളെയാണ് ഈ പാടിപ്പുകഴ്ത്തുന്നത്, സ്ത്രീകളെയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ എല്ലാം ഈ ഇതിഹാസങ്ങളൊക്കെ വിരചിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇതൊക്കെ രചിച്ചിട്ടുള്ളത് പുരുഷന്മാരാണ്. അപ്പോൾ ഒരിക്കലും ഒരു സ്ത്രീ, മഹാഭാരതം ഒരു സ്ത്രീയല്ല രചിച്ചത്, അല്ലെങ്കിൽ ഭഗവത്ഗീത ഒരു സ്ത്രീയിൽ നിന്ന് ഉത്ഭവിച്ച് വന്നതല്ല. നമ്മൾ മറ്റുള്ള പല കാര്യങ്ങളും എടുത്തു നോക്കി, ഇതെല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനം, എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ എന്താണോ എഴുതപ്പെട്ടിട്ടുള്ളതൊക്കെ പുരുഷന്മാരാണ്. അപ്പോൾ അവരുടെ സങ്കല്പങ്ങൾ, അവരുടെ കൺസെപ്റ്റുകൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തേക്കുള്ള വീക്ഷണകോണുകൾ അതാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ മനുസ്മൃതിയാണ് എന്ന് പറഞ്ഞാൽ തന്നെയാണെങ്കിൽ അങ്ങനെയുള്ള മറ്റൊന്നുമല്ല, പല കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പുരുഷന്മാരാൽ വിരചിതമാക്കപ്പെട്ടതാണ് മിക്കവാറുമുള്ള സംഗതികളെല്ലാം തന്നെ. നമ്മുടെ ഭരണഘടന തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും മിക്കവാറുമുള്ളത് ഒരു സ്ത്രീ അങ്ങനെ ആയിരിക്കണം എന്നുള്ള പുരുഷൻ്റെ ഒരു സങ്കല്പമാണ് നമുക്ക് എല്ലാ തലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലായ്പ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെയും മറിച്ചായിരുന്നില്ല. ജയദേവ് ധാരാളം സങ്കല്പങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു, പല രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആയിരുന്നു അയാളുടെ മാനസിക വ്യാപാരങ്ങൾ.
പക്ഷേ അതൊക്കെ തീർത്തും ഇതായിരുന്നു. ഒരു ദിവസം ജയദേവ് ഒരിക്കൽ പുറത്ത് പോവുകയായിരുന്നു. പുറത്ത് പോയ സമയത്ത് നമ്മുടെ ജയദേവിൻ്റെ അമ്മയ്ക്ക് വളരെയേറെ അസുഖകരമായൊരവസ്ഥയുണ്ട്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയുണ്ടായിട്ട് അഭിരാമിയെ വിളിച്ചിട്ട്, അഭിരാമി ഇന്നപോലെയാണ് മോളെ, എനിക്ക് ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളൊരു ടാക്സി വിളിച്ച് പോകുക, അല്ലെങ്കിൽ വേലക്കാരിയോട് പറയുക, അല്ല മറ്റാരെയും വിളിക്കുക, എന്നെ ശല്യപ്പെടുത്താതെ, ഞാനിവിടെ മോഡലിംഗ് കോമ്പറ്റീഷനിൽ തിരക്കായിരിക്കുന്ന സമയമാണ്. കാരണം ആ സമയത്ത് ജയദേവ് ഔട്ട് ഓഫ് കൺട്രി ആയിരുന്നു. അപ്പോൾ ഒരു ജീവന് പോലും വളരെ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു മരുമകളാണ് അഭിരാമി എന്നുള്ള കാര്യമൊക്കെ ജയദേവൻ തിരിച്ചറിഞ്ഞപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഒരു പുരുഷനും സ്ത്രീയുമാണ്, ഭാര്യയും ഭർത്താവുമാണ്, ഒരുമിച്ച് കഴിയും, ഒരുമിച്ചുള്ള ജീവിതമാണ്. അങ്ങനെ യാദൃശ്ചികമായിട്ട്, തികച്ചും ആകസ്മികമായിട്ട് അഭിരാമി ഗർഭവതിയാവുകയാണ് ചെയ്തത്. അഭിരാമി ഗർഭവതിയായതിനു ശേഷം, കാരണം അഭിരാമിക്ക് നിർബന്ധമുണ്ടായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ഗർഭവതിയാവുകയില്ല, ജീവിതത്തിൽ ഒരിക്കലും പ്രസവിക്കുകയില്ല, ജീവിതത്തിൽ ആ രീതിയിലേക്കാണ് മുന്നോട്ട് പോകുക എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുന്ന ആ ഒരു കാഴ്ചപ്പാടുള്ള സ്ത്രീയായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയി, ഗർഭവതിയായി. ആദ്യമൊന്നും അറിഞ്ഞില്ല ആ ഗർഭിണിയാണെന്നുള്ള സംഗതി. അറിഞ്ഞപ്പോഴേക്കും ഒരല്പം ഒരു എന്താ പറയുക, വൈകിപ്പോയിരുന്നു. പക്ഷേ ഇതിനകം അതറിഞ്ഞ ആ സമയത്ത് തന്നെ എല്ലാ ബന്ധുജനങ്ങളിലും, എല്ലാവരിലേക്കും, മറ്റുള്ള എല്ലാ തലങ്ങളിലേക്കും എന്തു ചെയ്തു, ജയദേവനും ജയദേവൻ്റെ ഭാര്യയും ഈ സന്തോഷ വർത്തമാനം. കാരണം അവരൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അഭിരാമി തയ്യാറാകുമെന്നുള്ള കാര്യം. അപ്പോൾ അത് അഭിരാമിയുടെ ബന്ധുക്കളിൽ, ജയദേവൻ്റെ ബന്ധുക്കളിൽ, അഭിരാമിയുടെ സുഹൃത്തുക്കളിൽ, സകല ആളുകളിലേക്കും അത് സ്പ്രെഡായി മാറി. 1.5 മാസം 2 മാസമായപ്പോഴേക്കും അഭിരാമി ഗർഭവതിയായി എന്നുള്ള കാര്യം സകലരും പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്ന് അറിഞ്ഞ സംഗതി വരുമ്പോഴേക്കും പിന്നീട് അതിനെ അബോർട്ട് ചെയ്യപ്പെടുക, പിന്നീട് അതിനെ ഇല്ലാതെയാക്കുക, അങ്ങനെയുള്ള ചില നൂലാമാലകളും ചില പ്രശ്നങ്ങളും വരും. അഭിരാമി വലിയ ധർമ്മസങ്കടത്തിലായി. എന്ത് ചെയ്യും, ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല, ഞാനൊരു അമ്മയാകാൻ ആഗ്രഹിക്കുന്നതിന് എനിക്ക് കുഞ്ഞിനെ പോറ്റാൻ സാധിക്കുകയില്ല. അഭിരാമി എന്ന് പറയുന്ന സ്ത്രീ ആണ് എങ്കിലും അത്തരത്തിലുള്ള ഒരു സോഫ്റ്റായിട്ടുള്ള വികാരങ്ങൾക്കോ വിചാരങ്ങൾക്കോ ഒന്നും അടിമപ്പെടുന്ന ആളായിരുന്നില്ല അഭിരാമി. പക്ഷേ ചില പ്രത്യേകതകൾ കൊണ്ട്, ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട്, ആ കാരണം ഞാനിവിടെ വിശദീകരിച്ച് പറയുന്നില്ല. കാരണം അതിന് ഒരു പക്ഷേ അഭിരാമിയുടെ അമ്മ എന്ന് പറയുന്ന സ്ത്രീയെ അതിനൊരു കാരണഭൂതയായി എന്ന് മാത്രം നമ്മളിപ്പോൾ മനസ്സിലാക്കിയാൽ മതി. കാരണം അവരുടെ ഒരു നിർബന്ധവും അല്ലെങ്കിൽ അവരുടെ ജീവനും ആയിട്ട് അവരെ ഈ ഗർഭത്തെ കമ്പയർ ചെയ്യുകയും അത് നടന്ന് സംഭവിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ, ചിലരുടെയൊക്കെ അന്ത്യാഭിലാഷം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇമോഷണലി ബ്ലാക്ക്മെയിലിന് വളരെയേറെ പ്രസക്തിയും പല ആളുകളും ആ രീതിയിലേക്ക് ജീവിതത്തിൽ വിലപേശലുകൾ നടത്താറുണ്ട്, ചില കാര്യങ്ങൾ നേടിയെടുക്കാറുണ്ട്. ഒരുപക്ഷെ അഭിരാമിയുടെ അമ്മയുടെ ആ ഇമോഷനിലുള്ള നേടിയെടുക്കലാകാം ചിലപ്പോൾ അഭിരാമി പ്രസവിക്കുവാനായിട്ട് തയ്യാറായതല്ല. അഭിരാമിയുടെ അച്ഛൻ്റെ ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ വന്നെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാം. അതും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ജീവിതത്തിലെല്ലാം ബിസിനസ്സായി കാണുന്ന ആളുകൾക്ക്, ജീവിതത്തിലെല്ലാം പണമായി മാത്രം കാണുന്ന ആളുകൾക്ക് ആ രീതിയിലേക്ക് നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അവർക്ക് എന്തും ഏതും പണത്തെ വെച്ച് മാത്രമേ തുലനം ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പണം മാത്രമാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും എന്താ പറയുക, സമ്പുഷ്ടമായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അഭിരാമിയും ആ രീതിയിൽ ചിന്തിച്ചു എന്നുള്ള കാര്യം പിന്നീട് വളരെ വൈകിയാണ് നമ്മളുടെ ജയദേവൻ മനസ്സിലാക്കിയത്. ആ ഗർഭത്തെ പോലും ബിസിനസ്സാക്കി മാറ്റുക, പണമാക്കി മാറ്റുക എന്നുള്ള ഒരു വലിയൊരു കൺസെപ്റ്റ് അഭിരാമിയുടെ മനസ്സിൽ ആദ്യം മുതലേക്ക് രൂപപ്പെട്ടു വന്നിരുന്നു. അതിന് ഉള്ള ഒരു വഴിയായിട്ടാണ് ഈ ഗർഭത്തെ അഭിരാമി കണ്ടത്. സ്വാഭാവികമായിട്ടും ഒബ്വിയസ്ലി സമയം കടന്നുപോയി. 10 മാസം ആയില്ല, 9 മാസം കഴിഞ്ഞപ്പോൾ വളരെ മിടുക്കനായിട്ടുള്ളൊരു ആൺകുഞ്ഞിന് അഭിരാമി ജന്മം നൽകി. ആൺകുഞ്ഞുമായിട്ട് ജന്മം നൽകി അഭിരാമി വീട്ടിലേക്ക് പോയി. അഭിരാമി തിരിച്ച് ജയദേവൻ്റെ വീട്ടിലേക്കോ അല്ല ജയദേവനിലേക്കോ മടങ്ങി വരാനായിട്ട് ഒരിക്കലും ആഗ്രഹിച്ചിരുന്ന. കാരണം അഭിരാമിയുടേതായ ജീവിതമുണ്ടായിരുന്നു. ജയദേവനുമായിട്ട് ഒരു കുഞ്ഞ് ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള രീതിയിൽ ഉറപ്പിക്കുകയും അവർ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ രീതിയിലേക്കാണ് കുഞ്ഞുണ്ടായ കാര്യം ശരിയാണ്, വേറെ വഴിയില്ലാത്തതുകൊണ്ടും ഇവരുടെ ഈ ആളുകളൊക്കെ നമ്മൾ പുറംപോച്ചിൽ മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്നവരാണ്. പലരുടെയും പല മുഖംമൂടികളും അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ വളരെ വികൃതമായിരിക്കും. അപ്പോൾ ആൾക്കാർ ആ മുഖംമൂടികൾ വലിച്ചു മാറ്റുവാനോ എടുത്തു കളയുവാനോ വലിച്ചു കീറുവാനോ ഒന്നും തയ്യാറാകുന്നില്ല. അതണിഞ്ഞങ്ങ് ജീവിക്കുവാനാണ് സകലരും മിക്കവാറുമുള്ള ആൾക്കാർ, ഞാനടക്കമുള്ള ആളുകൾ, നമ്മൾ ഓരോരുത്തരും നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും നമ്മുടേതൊരു മുഖം അല്ലാതെ നമുക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്.
അത് നമ്മളുടെ മുഖമല്ല, അതൊരു നമ്മുടെ മുഖംമൂടിയാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മളെപ്പോഴും നമ്മളെല്ലാവരും നമ്മുടെ സാധാരണ മുഖത്തെ കൂടിയിട്ടല്ല നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മളൊക്കെ കൂടുതൽ സമയവും നമ്മൾ മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്നവരാണ്. ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും അച്ഛനായാലും അമ്മയായാലും അവർ തനതായ രീതിയിലേക്ക് ജീവിക്കുന്ന ആളുകളെ വളരെ ചുരുക്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. കാരണം അവനവൻ്റെ ആ ശരിയായ ആ കാഴ്ചപ്പാടുകൾ മറച്ചു വെച്ചിട്ട് പലരും മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്നവരായിരിക്കും. ചിലർക്ക് സന്തോഷത്തിൻ്റെ മുഖംമൂടിയായിരിക്കാം, ചിലർക്ക് സങ്കടത്തിൻ്റെ മുഖംമൂടിയായിരിക്കാം, ചിലർക്ക് പകയുടെ മുഖംമൂടിയായിരിക്കും, ചിലർക്ക് വിദ്വേഷത്തിൻ്റെ മുഖംമൂടിയായിരിക്കും, ചിലർക്ക് ഇതൊന്നുമല്ലെന്നുണ്ടെങ്കിലും വഞ്ചനയുടെ ആ രീതിയിലേക്കുള്ള മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്ന ആളുകളായിരിക്കാം. സ്വന്തം ഭാര്യയും ഭർത്താവുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുമ്പോൾ അവരുടെ മക്കൾ മുഖംമൂടി അണിഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ നമുക്കതിൽ ഒരിക്കലും അവരെ ഒന്നും നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് നമ്മളൊക്കെ എത്രമാത്രം അഭിനയിച്ചു കൊണ്ടാണ് നമ്മുടെ ഭർത്താവിൻ്റെ മുമ്പിൽ, നമ്മുടെ മക്കളുടെ മുമ്പിൽ, നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിലൊക്കെ നമ്മൾ പലതും നമ്മൾ അഭിനയിക്കുകയാണ്. ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിവേ, അങ്ങനെ ഇവരൊരു മ്യൂച്വൽ ഡൈവേഴ്സിന് തയ്യാറാവുകയും അഭിരാമിയും ഭർത്താവും മ്യൂച്വൽ ഡൈവേഴ്സ് കൊടുത്ത് അങ്ങനെ പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ പിന്നീട് വരുന്ന കാര്യം എന്താണ്? ഈ കുഞ്ഞിൻ്റെ കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിവോഴ്സ് കേസൊക്കെ വരുമ്പോഴേക്കും പിഞ്ചു കുഞ്ഞാണ്, കൈക്കുഞ്ഞാണ്. അതിൻ്റെ ഉത്തരവാദിത്വം എപ്പോഴും അമ്മയ്ക്ക് മാത്രമാണ്. അമ്മയാണ് ആ കുഞ്ഞിനെ വളർത്തേണ്ടത്. അപ് ടു ഒരു കാലഘട്ടം വരെ അമ്മയാണ്. കുഞ്ഞിന് പ്രായപൂർത്തിയായതിന് ശേഷം കോടതി അനുവദിച്ചാൽ മാത്രമാണെന്ന് കാണുവാൻ പോലും അനുവദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ജയദേവന് സങ്കടമായിരുന്നു, ജയദേവന് മനസ്സിന് വളരെയേറെ വിഷമമായിരുന്നു. ഒരു കുഞ്ഞ് ഒന്നുമില്ല, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനാണ്, എല്ലാം പോയി, പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല ജീവിതം വന്നു പോകുക, അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ. കുഞ്ഞ് ഡിവോഴ്സായപ്പോൾ അഭിരാമിയിലേക്ക് എന്തായാലും ഒരു കുഞ്ഞുണ്ട് എന്നുള്ളൊരു ആശ്വാസം മാത്രമായിരുന്നുണ്ട്. എങ്കിലും ജയദേവൻ്റെ അമ്മ കുഞ്ഞിനെ കാണാൻ ആഗ്രഹിച്ചു. അച്ഛനാണ് ജയദേവന് കുഞ്ഞിനെ കാണണം, കുഞ്ഞിനെ വല്ലപ്പോഴെങ്കിലും കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും അഭിരാമിക്ക് ആ കുഞ്ഞുമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. അഭിരാമി പറഞ്ഞു അഭിരാമിക്ക് ഒരു ബർഡനാണ്, ആ കുഞ്ഞിനെ അഭിരാമിക്ക് ആവശ്യമില്ല. ഡിവോഴ്സ് എല്ലാം കഴിഞ്ഞില്ല, സെറ്റപ്പ് ആയപ്പോൾ ഒരു മ്യൂച്വൽ ഒരു സംഗതിക്ക് വേണ്ടി അഭിരാമി ജയദേവനെ സമീപിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞിനെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുഞ്ഞിനെ തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങളുടെ സ്വത്ത് വകകൾ എല്ലാം എനിക്ക് നിങ്ങൾ നൽകേണ്ടി വരും. 10 കോടി രൂപ നിങ്ങൾ എനിക്ക് തന്നാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ, മീൻസ് ഈ കുഞ്ഞിനെ നിങ്ങളുടെ കുഞ്ഞാണ്, ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. എനിക്കതിനകത്ത് യാതൊരുവിധ അവകാശവാദവും ഞാൻ ഉന്നയിച്ചിട്ട് വരത്തില്ല. നിയമപരമായിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു വയ്ക്കാമെന്നുള്ള കാര്യം. പക്ഷേ ഈ ഒരു വിവാഹത്തിന് ശേഷം അപ് ടു ആ സമയമായപ്പോഴേക്കും ബിസിനസ്സുകാരനായിരുന്ന ജയദേവൻ ഒരു സ്ത്രീ ജീവിതത്തിലേക്ക് വന്നപ്പോഴേക്കും അയാളുടെ ജീവിതം ആകെ മാറി മറിയുകയും ബിസിനസ് ഡൗൺ ആയിപ്പോവുകയും പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളൊക്കെ സഹിച്ച്, വളരെയേറെ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ സഹിച്ച് ധാരാളം കാര്യങ്ങൾ, നമ്മൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം അയാളുടെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല, നന്നായിട്ട് ശ്രദ്ധിച്ചില്ല എങ്കിൽ അടിക്കടി അത് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ 10-15 കോടി രൂപ ഉണ്ടായിരുന്ന ആളുടെ സ്വത്തുവകൾ മാറി പോയി വന്ന് അത് ഏകദേശം ചുരുങ്ങി ഒരു 2-2.5 കോടിയിലേക്ക് എത്തി. ബാക്കി എല്ലാം ജയദേവന് നഷ്ടപ്പെട്ടു പോയി. കേസ്, കോടതി, മറ്റുള്ള കാര്യങ്ങൾ, ജീവിതത്തിന് വന്ന മാറ്റങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ, ബിസിനസ് ശ്രദ്ധിക്കാതിരിക്കുക, മറ്റുള്ള നഷ്ടങ്ങൾ വരുന്ന സംഗതി, ആ നഷ്ടങ്ങൾ നികത്തുവാനായിട്ട് സ്ഥലം വിൽക്കേണ്ടി വരിക, വീട് വിൽക്കേണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2.5 കോടി രൂപയാണ് ബാക്കി ഉണ്ടായിരുന്നത്. അവസാനം പറഞ്ഞ് ധാരണയിലെത്തിയതിന് ശേഷം 2.5 കോടി രൂപയായി. 2.5 കോടി രൂപ എന്ന് പറഞ്ഞാൽ ദേവൻ താമസിക്കുന്ന വീടടക്കം അതിനുള്ള സകല സംഗതികളും അടക്കം ഒന്നുമില്ല. ഇട്ടിരിക്കുന്ന ആ പാൻറ്റും ഷർട്ടും തുണിയും മാത്രമല്ലാതെ വേറെ ഒന്നും അയാൾക്കുണ്ടാവുകയില്ല. ആ ഒരു കൺസെപ്റ്റിലാണ് അങ്ങനെ ഒരു എഗ്രിമെൻ്റ് വയ്ക്കുകയും 2.5 കോടി രൂപയ്ക്ക് അഭിരാമി കുഞ്ഞിനെ ജയദേവനെ വിൽക്കാൻ തയ്യാറാകുകയും ജയദേവൻ തൻ്റെ സകല സ്വത്തുക്കളും അഭിരാമിയുടെ കാൽക്കൽ ഇത് വയ്ക്കുകയും ചെയ്തു. കാരണം ഈ 2.5 കോടി അയാൾക്ക് ലഭ്യമാക്കി ഓക്കെ ആക്കി കൊടുക്കാനായിട്ട് 10 കോടി അയാൾക്ക് നഷ്ടപ്പെടുത്തിയിട്ടാണ് അയാൾക്ക് ഈ 2.5 കോടിയിൽ അയാൾക്ക് എത്താനായിട്ട് സാധിച്ചത്. കാരണം നമ്മൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമ്പോഴേക്കും പല സ്ഥലങ്ങളിലായി പലർക്കും കൊടുക്കൽ വാങ്ങലും മറ്റു പല കാര്യങ്ങളുമായിട്ട് നമുക്ക് പൈസ ഉണ്ടാകും, പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡായി കിടക്കുന്നതായിരിക്കാം. അതൊന്നും ഒരിക്കലും നമുക്ക് ലിക്വിഡായിട്ട് നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല. അതൊക്കെ അങ്ങനെ ആക്കി വരണമെങ്കിൽ നമുക്ക് കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാനൊക്കെ ഈ 2.5 കോടി കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിനെയുമായിട്ട് മറ്റു സ്ഥലത്തേക്ക് പോകുക, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് പോകുക, ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലേക്കൊക്കെ പോകാം. ഒരുപക്ഷെ ആ കുഞ്ഞിനെ അപായപ്പെടുത്താം. അങ്ങനെ പല പല ഭീഷണികളും മേ ബി ഇതിനിടയ്ക്കൊക്കെ സംഭവിച്ചിരിക്കാം. അങ്ങനെ ആയിരിക്കാമെന്നല്ല, അങ്ങനെ ആയിരുന്നു. അപ്പോൾ ആ ഒരു കാരണം അവരെ ഒരു അമ്മയായി എന്ന് മാത്രമല്ല, ആ കുഞ്ഞിനൊന്ന് സ്പർശിക്കാൻ പോലും അഭിരാമി ഒരിക്കലും തയ്യാറായിട്ടില്ല. കാരണം അവർക്ക് ആ കുഞ്ഞിനോട് ഒരു പ്രതിബദ്ധതയുമില്ല, അല്ലെങ്കിൽ ഒരു സ്നേഹവുമില്ല. എല്ലാ സ്ത്രീകളൊക്കെ, പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ പലരും പല ചിന്താഗതിക്കാരാണ്, പല കാഴ്ചപ്പാടുകളുള്ള ആളുകളാണ്. അങ്ങനെ എന്തു തന്നെയാണെങ്കിലും നമ്മുടെ ജയദേവന് അമ്മയും
സകലതും വിറ്റ് പെറുക്കി സകലതും കൊടുത്തിട്ടാണ് 2.5 കോടി രൂപയ്ക്ക് ആ കുഞ്ഞിനെ വാങ്ങാനായിട്ട് തയ്യാറായത്. അവർ എറണാകുളത്ത് തന്നെ വയറ്റിലേക്ക് സമീപം ഒരു ചെറിയ വാടക വീട്, ഒരു ഒറ്റമുറി വീട് വാടകയ്ക്ക് എടുത്തിട്ട് ജയദേവിനും അമ്മയും ആ കുഞ്ഞുമായിട്ട് അവിടേക്ക് മാറുകയാണ്. കാരണം ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം അവന്, അല്ലെങ്കിൽ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക്, മിക്കവാറും ആളുകൾക്ക് അങ്ങനെയാണ്, ലോകത്തിലെ ഏറ്റവും അമൂല്യമായ സംഗതി തൻ്റെ കുഞ്ഞുങ്ങളാണ്. അതിനുവേണ്ടി അവർ സ്വയം വിൽക്കാൻ പോലും തയ്യാറാകുന്ന കാര്യങ്ങൾ വരും. ആ കുഞ്ഞിനെ വളർത്തുവാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പഠനത്തിനായിട്ട് എത്രമാത്രം ത്യാഗങ്ങൾ ചെയ്യാനായിട്ട് ഓരോ അമ്മമാരുമൊക്കെ തയ്യാറാകുന്നുണ്ടല്ലേ. അവരെ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് എന്ത് സാക്രിഫിക്കേഷനും ചെയ്യാനായിട്ട് ചില അമ്മമാർ തയ്യാറാക്കുമ്പോൾ, ഈ അബ്രാമയെ പോലുള്ള ചില അമ്മമാരുണ്ട്, അവർ ആ കുഞ്ഞിനെ വിറ്റ് പൈസയാക്കുകയും അതിന് എത്രമാത്രം അതിനെ ബാർഗെയിൻ ചെയ്തിട്ട് എന്ത് കിട്ടും എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിന് വിരളമല്ല എന്നുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. എന്തു തന്നെയാണെങ്കിലും ജയദേവനും ആ കുഞ്ഞു മോൻ്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, അമ്മയും ഇപ്പോൾ വൈറ്റിലയിൽ നിന്ന്, ആ ഒറ്റമുറി വീട്ടിൽ നിന്ന്, വാടക വീട്ടിൽ നിന്ന് അവരല്പം ഡെവലപ്പായിട്ടുണ്ട്. ഇപ്പോൾ അവർ തേവരയിലുള്ള ഒരു കുഞ്ഞൊരു വീടും ചെറിയ സ്ഥലവും വാങ്ങിയിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവരവിടെ ജീവിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ജീവിതം കരിപ്പിടിച്ച് വീണ്ടും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുകയാണ് ജയദേവൻ്റെ ജീവിതം പഴയ രീതിയിലേക്ക്. കാരണം അയാൾ കോടിപതിയായിരുന്നു. ഈസി ആയിട്ട് 25 കോടി രൂപയുടെ വസ്തു അയാൾക്ക് കണ്ണടച്ച് അയാൾക്ക് ഈസി ആയിട്ട് ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഈ ഒരു സ്ത്രീ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ വിവാഹാനന്തരം അയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോവുകയും സ്വന്തം കുഞ്ഞിനെ പോലും അയാൾക്ക് 2.5 കോടി കൊടുത്ത് സ്വന്തമായിട്ട് വാങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയ ഒരു പുരുഷനാണ് ജയദേവൻ എന്ന് പറഞ്ഞ മനുഷ്യൻ. ജയദേവനിൽ കുറ്റങ്ങളും കുറവുകളും ഇല്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു പുരുഷന് ചിലപ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും കുറ്റങ്ങളും കുറവുകളുമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു അച്ഛൻ എന്ന നിലയിൽ അയാൾ 100 മാർക്കിൽ 100 മാർക്കിന് അയാൾ അർഹനാണ്. ജയദേവൻ ഇപ്പോൾ ജയദേവൻ്റെ അമ്മയ്ക്ക് പ്രായമായി, ഒരു വേലക്കാരിയെ വെക്കാനായിട്ടുള്ള മാർഗ്ഗമില്ല, ഒരു ഹൗസ് മെയ്ഡിനെ വെക്കാനുള്ള സിറ്റുവേഷനൊന്നുമില്ല, ജോലിക്ക് പോകാനുള്ള മാർഗ്ഗമില്ല. കുഞ്ഞു മോനാണ്, എന്ത് ചെയ്യാം? അപ്പോൾ അവരൊന്ന് ആലോചിച്ച് നോക്കണം, ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ജയദേവൻ ജീവിതത്തിലെ വലിയ പ്രായമൊന്നുമില്ല ഇദ്ദേഹത്തിന്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ എല്ലാ സംഗതികളും മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ചെറിയ സംഗതികൾ, കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ, കാരണം വീട്ടിൽ നിന്ന് മോനെ ഇട്ടിട്ട് മാറി എങ്ങോട്ടും പോകാൻ പറ്റിയ സിറ്റുവേഷനല്ല. 10-15 കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് മാത്രം ചെറിയ തോതിൽ വളരെ പരിമിതമായിട്ടുള്ള രീതിയിലേക്കാണ് ജയദേവൻ ജീവിച്ചു പോകുന്നത്. അഭിരാമി അമേരിക്കയിലും ഫ്രാൻസിലും ഒക്കെ ആയിട്ട് ഫാഷൻ ഡിസൈനിങ്ങും ഫാഷൻ ഷോകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജയദേവനിൽ നിന്ന് തട്ടിയെടുത്ത 2.5 കോടി അടക്കമുള്ള അവർ കോടിപതികളാണ്. അവർ ബിസിനസ്സിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ ജീവിതമേ ബിസിനസ്സാണ്, പണം മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. ഒരുപക്ഷെ നാളെ പിന്നീട് ഇപ്പോൾ അവർക്ക് 1-2 ആൾക്കാരുമായിട്ടൊക്കെ മറ്റുള്ള രീതിയിലേക്ക്, ഇപ്പോൾ ഏതൊരു സ്ത്രീക്കും ഏതൊരു പുരുഷനും ഇഷ്ടപ്പെട്ട പങ്കാളികളുമായിട്ട് ജീവിതം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്കുള്ള സംഗതിക്കൊന്നും ഒരിക്കലും ഒന്നും ഒരു തടസ്സമല്ല. നമുക്ക് ഫ്രീ ബേഡായിട്ട് നമുക്ക് ജീവിക്കേണ്ട ആളുകൾക്ക് ഫ്രീ ബേഡായിട്ട് പുള്ളിക്കാരി ഇപ്പോൾ യുഎസിൽ ജീവിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ കൊച്ചിയിലുള്ള ഫാഷൻ പരേഡുകളിലും ഫാഷൻ ഷോകളിലും അവിടെയൊക്കെ വരികയും കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു താനൊന്ന് പ്രസവിച്ചതാണെന്നോ തനിക്കൊരു കുട്ടിയുണ്ടെന്നോ അല്ലെങ്കിൽ അതിനൊന്ന് കാണണമെന്നോ അതൊക്കെ അവർക്കൊരിക്കലും സ്വപ്നത്തിൽ പോലും അവർക്ക് വരികില്ല. പക്ഷേ ഇത് ഇന്നും നാളെ കഴിഞ്ഞുമൊന്നുമല്ല, കാലഘട്ടങ്ങൾ കടന്നു വരുമ്പോഴേക്കും ഇതൊക്കെ മാറി മറിഞ്ഞ് മറ്റൊരു ലെവലിലേക്ക് ജീവിതം എത്തുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുകയും ജീവിതം എന്തെന്ന് തിരിച്ചറിയുകയും അപ്പോൾ നമ്മൾ മടങ്ങി വരുവാൻ തയ്യാറാവുകയും ചെയ്യുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരു കണ്ടീഷനുണ്ട്. പണവും സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒന്നും ജീവിതത്തിൽ ഒരു ഘടകവുമല്ല, അതൊന്നുമല്ല ജീവിതം എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകുന്ന ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും വളരെയേറെ വൈകിപ്പോയിരിക്കും എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ധാരാളമുണ്ട്. എന്തുതന്നെയാണെങ്കിലും ട്രാവൽ വിസിനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയിൽ അഭിരാമിയെക്കുറിച്ചും ജയദേവനെക്കുറിച്ചും ഈ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇതിൽ നിന്നും പലതും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് പോലെ തന്നെ എല്ലാവരും ചില്ലുകൂട്ടിലെത്തി പൂജിക്കേണ്ട ആളുകളല്ല. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആൾക്കാർ വ്യത്യസ്തരാണ്, വ്യത്യസ്ത സ്വഭാവക്കാരാണ്, വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. പണമുള്ളവർ പണമില്ലാത്തവർ ചില നമുക്ക് ന്യായീകരിക്കാനായിട്ട് സാധിക്കും. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് നോർത്ത് ഇന്ത്യയിലെ ഒരമ്മ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അവരവരുടെ കുഞ്ഞിനെ 1000 രൂപയ്ക്ക് പറഞ്ഞിട്ട് 900 രൂപയ്ക്കാണ് വിറ്റുപോയത്. കാരണം അവർക്ക് പട്ടിണിയാണ്, അവർക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളുണ്ട്, വേറൊരാൾക്ക് കുഞ്ഞിനെ വളർത്താൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് അവിടെ ഒരു ന്യായീകരണത്തിൻ്റെ വലിയ കാര്യമുണ്ട്. അവർക്ക് അവരുടെ പിന്നാമ്പുറങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങളുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ജീവിതത്തിലെല്ലാം ഉണ്ടായിരുന്നിട്ടും കോടികൾ ആസ്തി ഉണ്ടായിരുന്നിട്ടും തൻ്റെ കുഞ്ഞിനെ 2.5 കോടി രൂപയ്ക്ക് വിൽക്കാൻ ഒരു അമ്മ തയ്യാറായത്, ഈ 900 രൂപയ്ക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിനെ വിൽക്കുന്നതും 2.5 കോടി രൂപയ്ക്ക് ഒരു അമ്മ കുഞ്ഞിനെ വിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടും രണ്ടാണ്. അമ്മമാർ പ്രസവിച്ചതാണ്. ഒരാൾ പട്ടിണി കൊണ്ട് കുഞ്ഞിനെ നോക്കാൻ പാകമില്ലാത്തത് തന്നെ മറ്റുള്ള കുട്ടികൾക്ക് ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക, അത് മാത്രം
ദുഃഖമാണ്, അല്ലെങ്കിൽ ആ മറ്റുള്ള കുഞ്ഞുങ്ങൾ ചത്തുപോകും. അപ്പോൾ ആ കാഴ്ചപ്പാടുകൾ നോക്കിക്കാണുന്ന ഒരമ്മയും ഈ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുന്ന ഒരമ്മയും ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യത്തിൻ്റെ നേർക്കാഴ്ചയുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വീണ്ടും നമുക്ക് സത്യത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടുമായിട്ട്, അല്ലെങ്കിൽ സത്യത്തിൻ്റെ മറ്റൊരു നേർചിത്രവുമായിട്ട് ഞാൻ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും. അതൊരു ഏവരും സുഖമായി, സന്തോഷകരമായി, സമാധാനപരമായി ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുകയാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. എൻ്റെ വീഡിയോകൾ ചിലപ്പോൾ ഒരല്പം നീണ്ടുപോകുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞാൻ ചുരുക്കി പറയാൻ സാധിക്കില്ല, ചുരുക്കി പറഞ്ഞുകൂടെ എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കുമ്പോൾ, ചില സംഗതികൾ നമ്മൾക്ക് പറയുമ്പോൾ നമുക്കത് ചുരുക്കാനായിട്ട് നമുക്ക് പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷേ അത് അപ്രായോഗികമായി മാറുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും എന്നുള്ള ഒരു ക്ഷമാപണത്തോടുകൂടി തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.